ഇരുപതാം നൂറ്റാണ്ടിനെ സ്വാധീനിച്ച മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മസനോബു ഫുക്കുവാക്ക. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം മൈക്രോബയോളജിസ്റ്റായാണ് ഫുക്കുവാക്ക കാർഷിക രംഗത്തേക്ക് കടന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആധുനിക രീതിയിലുള്ള കൃഷി ജപ്പാനിൽ പ്രചുര പ്രചാരം നേടി. അതോടെ കൃഷിക്കാരുടെ അധ്വാനം കുറഞ്ഞു. നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു പോകുന്ന പ്രകൃതി വളങ്ങൾ രാസവളങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു. അതോടെ മണ്ണിന്റെ വളക്കൂറ് നഷ്ടമായി തുടങ്ങി. വൻതോതിലുള്ള ഉൽപാദന പ്രക്രിയ ജപ്പാനിൽ നിലവിൽ വന്നു. പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നവർ പോലും ഒന്നുകിൽ കൃഷി നിർത്തി വ്യാവസായിക കേന്ദ്രങ്ങളിലേക്ക് ചേക്കേറുകയോ അല്ലെങ്കിൽ വൻകിട ഉൽപാദനത്തിന് രാസവള കേന്ദ്രീകൃതമായ രീതികൾ അവലംബിക്കുകയോ ചെയ്തു തുടങ്ങി. ഇത്തരം സാമൂഹിക ചലനങ്ങൾ സാക്കൂതം വീക്ഷിച്ചിരുന്ന ഫുക്കുവാക്ക ഇതിലടങ്ങിയിരിക്കുന്ന ആപത്തിന്റെ ആഴം മനസ്സിലാക്കാൻ തുടങ്ങി. തന്റെ 25-ാം വയസ്സിൽ ജോലി രാജിവെച്ച് തന്റെ പൈതൃക വീട്ടിലേക്ക് ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒരിക്കൽ ഒരു വയലിനരികിലൂടെ പോവുകയായിരുന്ന അദ്ദേഹം അവിടുത്തെ പുല്ലിനും കളയ്ക്കുമിടയിൽ നല്ല കരുത്തുള്ള നെൽച്ചെടികൾ കണ്ടു. അതൊരു വേറിട്ട കാഴ്ചയായിരുന്നു. പുതിയ കാർഷിക ദർശനം അത് മനസ്സിൽ ഉണ്ടാക്കി. മണ്ണിനെയും മനുഷ്യനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കാർഷിക സംസ്കാരം പ്രചാരം നേടിയിരുന്ന അന്നത്തെ പല രീതികളെയും ചിന്താധാരകളെയും അത് മാറ്റിമറിച്ചു. വിപ്ലവകരമായ ഒരു സമീപനമായിരുന്നു അത്. പലരും സംശയിച്ചു, നെറ്റിച്ചുളിച്ചു, പ്രായോഗികമല്ലെന്ന് വിധിയെഴുതി. ഭൂമി ഉഴുതുമറിക്കാതെ, നെൽക്കണ്ടങ്ങളിൽ വെള്ളം കെട്ടി നിർത്താതെ, യന്ത്രങ്ങളും രാസവളങ്ങളും ഉപയോഗിക്കാതെ ലാഭകരമായി കൃഷി ചെയ്യാമെന്ന് ഫുക്കുവാക്ക പരീക്ഷിച്ചറിഞ്ഞു. അദ്ദേഹം അത് വെറും സിദ്ധാന്തമായി അവതരിപ്പിക്കുകയല്ല ചെയ്തത്. പ്രത്യുത സ്വന്തം കൃഷിയിടത്തിലും ചുറ്റുവട്ടത്തുള്ള കൃഷിഭൂമികളിലും പരീക്ഷിച്ചറിഞ്ഞ് വിജയിപ്പിച്ച് കാണിക്കുകയും ചെയ്തു. അതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പരീക്ഷണമായിരുന്നു അത്. കാർഷിക വിപ്ലവം. ജൈവ കൃഷി സമ്പ്രദായങ്ങളുടെ പ്രവാചകൻ താൻ കണ്ടെത്തിയ അറിവുകൾ, അനുഭവങ്ങൾ, നിരീക്ഷണങ്ങൾ തൻ്റെ 62-ാം വയസ്സിൽ പുസ്തക രൂപത്തിലാക്കി. 1975-ൽ പ്രസിദ്ധീകരിച്ച ആ ഗ്രന്ഥമാണ് കാർഷിക രംഗത്ത് വിപ്ലവം ജനിപ്പിച്ച ദി വൺ സ്ട്രോ റെവല്യൂഷൻ അഥവാ ഒറ്റ വൈക്കോൽ വിപ്ലവം. 2008 ഓഗസ്റ്റ് മാസം 16-ന് തൻ്റെ 95-ാം വയസ്സിലാണ് ഫുക്കുവാക്ക ഈ ലോകത്തോട് വിട പറയുന്നത്. ഇതിനോടകം തന്നെ അദ്ദേഹം പരിചയപ്പെടുത്തിയ ഷിസെൻ നോഹോ അഥവാ നാച്ചുറൽ ഫാമിംഗ് എന്ന സങ്കല്പം ലോകത്തിലെങ്ങും പരന്നിരുന്നു. കാർഷിക രംഗത്തെ പുതിയ ചിന്തകളോടൊപ്പം തന്നെ ലളിത ജീവിതത്തിന്റെ സാർത്ഥകതയും അദ്ദേഹം വിരചിച്ചു.